ഉഷ കക്കാടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും മലയാള സാഹിത്യം, മലയാള കവിതാ സാഹിത്യം ഒരിക്കലും വളരെയേറെ ആസ്വാദ്യമായ കവിതയാണ് കക്കാടിൻ്റെ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാനും വസന്ത മാഷോടും ഞങ്ങൾ സംസാരിച്ചപ്പോൾ സാധാരണ രീതിയിൽ കക്കാടിൻ്റെ കവിത ആസ്വദിക്കാൻ വളരെ കുറച്ച് ആസ്വാദകരെ നമുക്ക് കിട്ടാറുള്ളൂ. ഒന്നുകിൽ സഫലമി യാത്ര പോലുള്ളതായ കവിതകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പറയും നന്നായിട്ടുണ്ട് എന്ന് പറയുമെന്നല്ലാതെ എന്താണ് കക്കാടിൻ്റെ കവിതയുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതും അദ്ദേഹം കടന്നു പോകുന്നതുമായ കവിതയുടെ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധാരണ ആസ്വാദകന് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നവഭാവുകത്വത്തിൻ്റെ കടന്നുകയറ്റം മലയാള കവിതാ സാഹിത്യത്തെ വളരെയേറെ സ്വാധീനിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് കക്കാട് കവിത എഴുതി തുടങ്ങുന്നത്. ഏതാണ്ട് 1927 തൊട്ട് 87 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം കവിത ഏറ്റവും കൂടുതൽ കവിത എഴുതിയില്ലല്ല, ജീവിതകാലം 27 തൊട്ട് 87 വരെ. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലയാള കവിതാ സാഹിത്യം നമ്മുടെ ആശാനുള്ളൂർ വള്ളത്തോൾ മുതലായ കവിത്രയത്തിൻ്റെ കാലഘട്ടവും അതിനോട് തൊട്ടു പിന്നാലെ വരുന്ന ചങ്ങമ്പുഴയെ പോലുള്ളവരുടെ കാലഘട്ടവും അതിൽ നിന്നും വ്യത്യസ്തമായി പിന്നീടുണ്ടായിരുന്നതായ പല കവികളും പിന്നീട് കടന്നു പോകുന്നതായ പല കവികളും എഴുതി തുടങ്ങുകയും എഴുതി പ്രകാശിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് കക്കാടും ജീവിച്ചിരിക്കുന്നത്. പക്ഷേ കക്കാടിൻ്റെ കവിത മറ്റെല്ലാറ്റിൽ നിന്നും വിഭിന്നമായ ഒരു രൂപവും ഭാവവും ആർജിച്ചുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. പ്രധാനമായിട്ടും പറഞ്ഞാൽ നവഭാവുകത്വം എന്ന് തന്നെ നമുക്ക് പറയാം. 1950 കാലഘട്ടത്തോടനുബന്ധിച്ച് മലയാളത്തിലെ കവിതാ സാഹിത്യത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കവി തന്നെയാണ് കക്കാട്. അദ്ദേഹം വ്യത്യസ്തമായ രീതിയിൽ വ്യതിരിക്തമായ രീതിയിൽ ഒക്കെ ചിന്തിക്കുക, അങ്ങനെ ചിന്തിച്ചെഴുതിയിട്ടുള്ളതായ ഒരു കവിയാണ്. അത് 1950 എന്ന് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഇന്ന കാലം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എങ്കിലും നമുക്കറിയാം നവഭാവുകത്വം. എന്താണ് നവഭാവുകത്വം? രൂപത്തിലും ഭാവത്തിലും ഒരുപോലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കവികൾ തയ്യാറായ ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സംസ്കൃതിയുടെ ഭയങ്കരമായ കടന്നുകയറ്റം അത് ഉൾക്കൊണ്ടിട്ട് പുതിയ അതായത് രൂപങ്ങളും ഭാവങ്ങളും രൂപങ്ങൾ പരീക്ഷിക്കുന്നു. ഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അവയെ പരീക്ഷിച്ച് കവിത എഴുതാൻ കവികൾ മിനക്കെടുന്നൊരു കാലം. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ രൂപത്തിലും ഭാവത്തിലും എന്താണ് മാറ്റം വന്നിട്ടുള്ളത്. രൂപം എന്ന് പറഞ്ഞാൽ ലിറിക്ക് കവിതകളുടെ അതിര് കവിഞ്ഞതായ വരവ്. അതേസമയത്ത് ഭാവം എന്ന് പറഞ്ഞാൽ ആര്യ ദ്രാവിഡ ഭാവങ്ങളെ ഏറ്റവും കൂടുതൽ ഇമേജുകളിലൂടെ അവതരിപ്പിക്കുന്ന കവികളെയാണ് നമ്മൾ ആ കാലത്ത് കാണുന്നത്. ഇമേജിസം, എസ്രാ പൗണ്ടിൻ്റെ ഇമേജറിയാണ് കവിത എന്ന ആ ചൊല്ലുകളൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അത്തരം ഇമേജിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് കക്കാടിൻ്റെ കവിതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ആര്യ ദ്രാവിഡ ഇമേജുകൾ കവിതയിൽ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുകയും അവയിലൂടെ അതായത് അവയുടെ ഉപസ്ഥിതി കൊണ്ട് പുതിയ രൂപങ്ങൾ അല്ലെങ്കിൽ പുതിയ കാവ്യ തലങ്ങൾ ആസ്വാദകനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കവിയായിരുന്നു കക്കാട്. കക്കാടിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അയ്യപ്പ പണിക്കരുടെ കാലഘട്ടമായിട്ടും നമുക്ക് പറയാം. അയ്യപ്പ പണിക്കരും ആ കാലഘട്ടത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിലൊക്കെ അവരുടെ അതായത് കറുത്ത ഹാസ്യം അല്ലെങ്കിൽ ഗ്രാമ്യത, പിന്നെ അതുപോലെ തന്നെ ലിറിക്കുകളുടെ പ്രവാഹം, പിന്നെ ഇമേജറിയുടെ അതിൽ കടന്ന പ്രയോഗം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഇവയെല്ലാം സാധാരണ അന്ന് വരെ കവിതയിൽ പ്രയോഗിക്കാത്ത പലതരത്തിലുള്ളതായ ഭാവങ്ങളും പലതരത്തിലുള്ളതായ ഇമേജുകളും പ്രയോഗിച്ചുകൊണ്ട് പുതിയ
തലങ്ങൾ, ഭാവതലങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഈ കവികൾ ശ്രദ്ധിച്ചിരുന്നു. വയലാറിൻ്റെ കവിതയിൽ പറയുന്നുണ്ടല്ലോ, നോവും ആത്മാവിനെ സ്നേഹിക്കയില്ല ഞാൻ, നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ. അതാണ് ഇവരുടെ ആദർശം എന്ന് ലീലാവതിച്ചർ പറയുന്നു. ആ ആദർശം അതായിട്ട് കണക്കാക്കുമ്പോൾ നമുക്കറിയാം, അപ്പോൾ ആത്മാവിനെ നോവിപ്പിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യാത്മാവിനെ നോവിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ളതായ ചലനങ്ങളും ഇവർ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ കാലഘട്ടത്തെക്കുറിച്ച് കവിത എഴുതിയിട്ടുള്ള, അതായത് മൗലികമായ മാറ്റം കാവ്യഭാഷയിൽ പോലും വരുത്തിയിട്ടുള്ള ഒരു കവിയാണ് അയ്യപ്പ പണിക്കർ. നിങ്ങൾക്കറിയാം, അയ്യപ്പ പണിക്കർ ആ കാലഘട്ടത്തിൽ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. കറുത്ത ഹാസ്യത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള കവിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കവിതയിൽ പല ഭാവങ്ങളും നമുക്ക് അദ്ദേഹത്തിൻ്റെ മൃത്യുപൂജ, പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബപുരാണം മുതലായ കവിതകളൊക്കെ വായിച്ചാൽ അതിലൊക്കെ ഇത്തരത്തിലുള്ള ഭാവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തതായിട്ട് കാണാം. അതെല്ലാം കറുത്ത ഹാസ്യത്തിൻ്റെ ഒരുപാട് തരത്തിലുള്ളതായ വ്യാഖ്യാനങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ കുടുംബപുരാണത്തിൽ തന്നെ അയൽപക്കത്ത് തലവയർ നിറയെ ആ പെണ്ണിന് പെരുവയറാക്കിയ മർത്യന് സ്തുതിപാടുകതാണ് എന്ന് പറയുന്നു. പെരുവയർ നൽകും മർത്യന് സ്തുതിപാടുക നാം എന്ന് പറയുന്നുണ്ട്. നിറവയറ് ഇല്ലാത്തതായ പെണ്ണിന് പെരുവയർ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അതിനൊക്കെ പറയുന്നത്. പിന്നെ വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, നിങ്ങൾ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന ഭാഗം. അങ്ങനെ ഒരുപാട് പല അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിച്ചു പോകുമ്പോൾ നമുക്കറിയാം, അതായത് നേതാക്കന്മാരെ, നട്ടലില്ലാത്തതായ നേതാക്കന്മാരെ കളിയാക്കാൻ വേണ്ടി കുതിരക്കൊമ്പ് മുതലായ കവിതകളും അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഹാസ്യമാണത് എന്ന് നമുക്കറിയാം. ആ ഹാസ്യത്തിന് തന്നെ നമ്മൾ പുതിയ രൂപവും ഭാവവും കൊടുത്ത് കാണാനും ആസ്വദിക്കാനും ശ്രമിക്കുന്നതായിട്ട് അതിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള ഈ അയ്യപ്പ പണിക്കരുടെ കവിതയും നമുക്ക് കക്കാടിൻ്റെ കവിതയോടൊപ്പം തന്നെ നിർത്തി ആസ്വദിക്കാനും വായിക്കാനും കഴിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പുരാണങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരുപാട് ഇമേജുകൾ കക്കാട് തൻ്റെ കവിതയിൽ പ്രയോഗിക്കുന്നുണ്ട്. പുരൂരവസ്, സീത, രാമൻ, കജൻ, ഭദ്രു, വിനത എന്നിങ്ങനെ ഒരുപാട് സങ്കല്പങ്ങൾ. ഇതെല്ലാം പുതിയ ഭാഷയിൽ, പുതിയ രൂപത്തിൽ, പുതിയ ആധുനിക നഗര ജീവിതത്തിൻ്റെ യാന്ത്രികതയും പൊള്ളത്തരങ്ങളും കാണിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒരുപാട് എല്ലാ കവിതകളിലും തന്നെ ഇത്തരത്തിലുള്ള ഭാവഹാവാദികൾ നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവാതിരയെക്കുറിച്ചും വിഷുവിനെക്കുറിച്ചും നിങ്ങൾക്കറിയാം, സഫലമി യാത്ര എന്ന കവിത, ആ ഒരൊറ്റ കവിത കൊണ്ട് ആസ്വാദകൻ്റെ മനസ്സിനെ പിളർത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ ആസ്വാദകൻ്റെ മനസ്സിനെ കുത്തിനോവിക്കാൻ കഴിയുന്ന കവിത എഴുതിയിട്ടുള്ള സഫലമി യാത്ര എന്ന കവിത മാത്രം മതി നമുക്ക് കക്കാടിനെ വിലയിരുത്താൻ കഴിയും. അത്രയേറെ അഗാധമായ ഭാവങ്ങൾ അതിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമുക്കറിയാം, വൈലോപ്പിള്ളിയുടെ കവിതയിലുള്ള പോലെ സഖി നീ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നിടത്ത് അദ്ദേഹം അത് കുറേ കൂടി വിപുലമായി വിഷു വരും, തിരുവാതിര വരും, ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്നിങ്ങനെ പോകുന്ന ആ ഭാവങ്ങൾ, ആ കവിതയിലെ ഭാവങ്ങൾ തൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതയാണെന്ന് ഓർക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വായിക്കുമ്പോൾ തന്നെ വളരെയേറെ ദുഃഖം തോന്നും. അത്തരത്തിലുള്ള കവിതകൾ എഴുതിയിട്ടുള്ള കക്കാട് ഒരുപാട് തരത്തിലുള്ളതായ ഹാസ്യത്തിൻ്റെ, ഒരുപാട് തരത്തിലുള്ള ഇമേജുകളുടെ വിന്യാസം തൻ്റെ കവിതയിലൂടെ ചെയ്ത് കവിതയെ വളരെയേറെ വ്യത്യസ്തമായ രീതിയിൽ ആസ്വാദ്യമാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് അയ്യപ്പ പണിക്കർ വരുന്നത്. അയ്യപ്പ പണിക്കരുടെ കവിത നമ്മൾ പറയുന്നത് പോലെ അതിനേക്കാളൊക്കെ ഈ ദ്രാവിഡ ബിംബങ്ങളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് കവിതയിൽ കൂടുതൽ അനിർവചനീയമായ തരത്തിൽ
കൂടുതൽ അനിർവചനീയമായ രീതിയിൽ കവിതയെ ആസ്വാദ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു കവിയാണ് കക്കാട്. അദ്ദേഹം പറയുന്നത് യാന്ത്രികത, പൊള്ളത്തരം അതുപോലെയുള്ളതായ വികാരങ്ങൾ കൊണ്ട് മലയാള കവിതയെ വളരെയേറെ മോശമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ആധുനിക സംസ്കാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കക്കാട് കവിതയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പാതാളത്തിൻ്റെ മുഴക്കം, 1963, വജ്രകുണ്ഡലം മുതലായ കവിതകൾ, സമാഹരിക്കപ്പെടാത്ത ഒട്ടേറെ ആനുകാലികങ്ങളിൽ വന്നിട്ടുള്ളതായ കവിതകൾ എല്ലാം നമുക്ക് ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കാവുന്നതാണ്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക തരത്തിലുള്ളതായ എഴുത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ളതായ കവിതയുടെ ഭാവങ്ങളെ വിന്യസിക്കുന്നതിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളതായ ആ പ്രത്യേക ടെക്നിക്കാണ് അദ്ദേഹത്തിൻ്റെ കവിതയെ വളരെ ആസ്വാദ്യമാക്കി മാറ്റിയിട്ടുള്ളത്. ഇവിടെ കക്കാടിൻ്റെ കവിതയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ ആരംഭിക്കുകയാണ്. ഞാൻ വെറും ഒരു ആമുഖം മാത്രമാണ് പറഞ്ഞത്. അടുത്തതായി കവിത വായിക്കാൻ, കവിതാ പാരായണത്തിനായി ഉണ്ണികൃഷ്ണനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമാഹരിക്കുന്നു. നന്ദി, നമസ്കാരം.